മക്കളെ നിന്റെ കുട്ടിയുടെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. ഓപ്പണിംഗ് ഡേ ആയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. കുട്ടാ പോയിട്ട് വരാം. ഞങ്ങൾ പോയിട്ട് വരാം. കുട്ടാപ്പൂ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ആൾക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കരയാന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചു. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ നല്ല വ്യൂ ആണ് കേട്ടോ. പുഴയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇതിൻ്റെ കുഞ്ഞുമണിയാണ് കേട്ടോ. പിന്നെ ചെറിയ മോളാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ കുറ്റിപ്പുറത്തുള്ള പുതിയ പാലം കണ്ടിട്ടില്ലല്ലോ, ഇതാണ് പുതിയ പാലം. അപ്പം കാണാത്തവരോടാണ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ചോദിച്ചത്. ഞാൻ പറഞ്ഞ് പൊങ്കാലിടാൻ വരണ്ട. അങ്ങനെ നമ്മൾ സ്കൂളിൽ ഏകദേശം എത്തി. സ്കൂളിൻ്റെ ഗേറ്റ് കടന്നിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് പ്രോഗ്രാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ പോയി കാണും. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ആള് സ്കൂളിലെത്തി ഭയങ്കര ഹാപ്പി ആട്ടോ. മോളും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് ലേറ്റായി, എന്നാലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കയറുന്ന സമയത്ത് തന്നെ ആൻറ്റി ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പം തന്നെ ആള് ഏറെക്കുറെയൊക്കെ ഓക്കെ ആയി. അങ്ങനെ കയറി ചെന്ന പാട് ദാ ഇവിടെ ഒരു റാബിറ്റ്. അപ്പോൾ തല തുറന്ന് നോക്കുമ്പോൾ നമ്മളെ അബി എന്നെ കണ്ട പാടുവാന് അത് താത്തിട്ടോ. അങ്ങനെ വെൽക്കം ചെയ്യാനായിട്ട് അബി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓഡിറ്റോറിയത്തിനുള്ളിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. സ്റ്റേജിന് മുന്നിൽ കുട്ടികൾ ഡാൻസ് ചെയ്തിട്ടും ഒരുപാട് രക്ഷിതാക്കളും മക്കളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ മറ്റാൾ എല്ലായിടത്തും നോക്കുക കേട്ടോ. ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നതിനുള്ള ഒരു ചെറിയ ഭയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അംഗൻവാടിയിലൊന്നും പോവാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പേടിയുണ്ടായിരുന്നു. എനിക്കും തന്നെ ഓൻ അങ്ങനെ ഒന്നും ഇരിക്കാത്ത ആളായതുകൊണ്ടും പോയാൽ തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ടീച്ചർ വിളിക്കും, കുട്ടി കരയുന്നുണ്ട്, ഇങ്ങോട്ട് പറയാറിട്ട് വിളിക്കും, ഇത് വരും. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പക്ഷെ പിന്നെ അംഗൻവാടിയിലൊന്നും വിട്ടിട്ടില്ലായിരുന്നു. എനിക്ക് അതിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടു. സ്റ്റേജിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അബി അവിടെ നിന്ന് ഡാൻസും കളിച്ച് വരുന്നത് കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കുറച്ച് കുസൃതികളും കാര്യങ്ങളും കണ്ടു. മോൻക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. മോൻ്റെ കുറച്ച് കുട്ടി തരങ്ങളും കുസൃതി തരങ്ങളൊക്കെ കണ്ടു. അതിനിടയിൽ മോളിങ്ങനെ ഭയങ്കരമായിട്ട് തയ്പ്പാർക്കുന്നുണ്ട്. അവൾക്ക് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട്. അവൾക്കുള്ള പാല് ഞാൻ ഫീഡിങ് ബോട്ടിലാക്കിയിട്ട് ഞാൻ കൊണ്ടുവരലാണ് കേട്ടോ. ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് ലാക്ടേജിന്റെ പൊടി അങ്ങനെ കലക്കിയിട്ട് കൊണ്ടുവരില്ല. അത് കഴിഞ്ഞതിന് ശേഷം വെൽക്കം ബോർഡിന്റെ അവിടെ നിന്ന് മോന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിന് ശേഷം ഞങ്ങൾ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ മറ്റാൾ ബാഗൊക്കെ എടുത്തിട്ട് ക്ലാസ് റൂമിലേക്ക് പോകണ കാഴ്ചയുണ്ട് കേട്ടത്. ചെറിയൊരു പേടി നല്ലോണം ഉണ്ടായിരുന്നു. ആൻറ്റിമാർ കുട്ടികളൊക്കെ ക്ലാസ് റൂമിലേക്ക് കയറ്റിണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനവൻ്റെ ബെഞ്ചിൽ ഇരുത്തി കുറച്ച് നേരം കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ കളിക്കലും ഒക്കെ ആയിട്ട് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിനി വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഉച്ച വരെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവനായിട്ട് ഉച്ചക്ക് പോരുന്ന കണ്ടപ്പോൾ മോൾക്കും പിന്നാലെ കൂടണം. അപ്പം അങ്ങനെ അവളെ എടുത്തിട്ടാണ് കേട്ടോ മക്കളെ ഞങ്ങൾ പോകുന്നത്. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ വീട്ടിൽ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.